ഇന്ന് ഒരു ഫ്രൈഡേ മിനി വ്ളോഗാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നുള്ളത്. അതുകൊണ്ട് രാവിലെ ചായ കുടിക്കൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ തന്നെ ഉപ്പത സപ്പോർട്ട പറിക്കാൻ കയറിയിട്ടുണ്ട്. അത്യാവശ്യം സപ്പോർട്ടല്ലാണ്ട് എനിക്ക് വലിയ റോളില്ലാത്തതുകൊണ്ട് ഞാൻ അതും കണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ സപ്പോർട്ട പറിച്ചു കഴിഞ്ഞ ശേഷം മുറ്റാകെ ചപ്പായിരുന്നു. അങ്ങനെ അതെല്ലാം പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറികളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇനി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അങ്ങനെ ആ പണിയും കഴിഞ്ഞു. ഇനി നിങ്ങളുടെ വീട്ടിൽ എന്നും ദോശയാണോ എന്നുള്ള ചോദ്യം ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നുണ്ടായതാണ്. പക്ഷേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ദോശയായി പോയി. ഇന്നലെ ഇഡ്ഡലിയും പിന്നെ അന്ന് പുട്ടൊക്കെ ആയിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ തോന്നിയില്ല. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടി നമുക്ക് എടുക്കാം. ഇനി ഒരു ഓംലേറ്റും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മോനക്ക് അംഗൻവാടിയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ദോശയും പൊട്ടാറ്റോ കറിയായിരുന്നു. അങ്ങനെ ആളതെല്ലാം കഴിച്ചത് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ആളിതാ സലാമും പറഞ്ഞു ഒരു ഉമ്മയും തന്ന് ആളങ്ങ് പോയി. ഇനി ചെറിയ ആളെ പെട്ടെന്ന് ഉറക്കിയാലേ എൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തീരുള്ളൂ. അങ്ങനെ ഇതാ ചെറിയ ആൾ ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനിങ് പരിപാടിയിലേക്ക് നടക്കാം. വാഷ് ചെയ്യാനുള്ളതെല്ലാം മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി വിരിച്ചിട്ടുണ്ട്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് മാറ്റി. ഇനി വേഗം അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞു. നമ്മുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ, അത് ഞാൻ ആദ്യമേ എടുക്കാൻ വിട്ടുപോയതാണ്. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ സപ്പോർട്ട. ഇത് അംഗൻവാടിയിൽ മോനിക്ക് കിട്ടിയതാട്ടോ അമൃതപ്പൊടി. വെറുതെ ഇരുന്ന നാശമുണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ അരിയുണ്ട പോലത്തെ സാധനമല്ലേ അതാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങയും ശർക്കരയും അരി വറുത്തതൊക്കെ ചേർന്നിട്ടുള്ള. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കിച്ചണെല്ലാം പെട്ടെന്ന് തന്നെ ക്ലീനാക്കി വേഗം പോയി കുളിച്ച് നിസ്കാരം എല്ലാം കഴിഞ്ഞു റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ലഞ്ചിൻ്റെ ടൈമാണ്. നിങ്ങൾക്ക് എന്താ ലഞ്ചിന് സ്പെഷ്യൽ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമുക്ക് എന്താ ഇവിടെ ലഞ്ചിന് നമ്മുടെ ചെള്ളി ഉണ്ടല്ലോ അത് വെച്ച് കറി വെച്ചതാണ്. പിന്നെ മീൻ വറുത്തതും നമ്മുടെ മുരിങ്ങയിടയിലെ കൂടെ കുറച്ച് മുട്ട വറുത്തതും കൂടിയും ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരിയും കൂടിയായിരുന്നു. അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കിയ സ്വീറ്റ്സ് ഇതാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അപ്പോഴേക്കും നമുക്ക് ടീ ടൈം ആയിട്ടുണ്ട്. ഒരു കട്ടൻ ചായയും അതുപോലെ തന്നെ നമ്മൾ സ്വീറ്റ്സും ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ശേഷം എൻ്റെ കാലിനിടയിൽ കൂടെ ഒരു കുഞ്ഞു കാലുകൾ കാണില്ലേ, അയാളെ നോക്കിയിരിക്കലായിരുന്നു കേട്ടോ പിന്നത്തെ പണി. രാത്രിക്കും ഉച്ചക്കത്തെ അതേ ഫുഡ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചത് ഒരു മൂവിങ് കണ്ട് പെട്ടെന്ന് തന്നെ കിടക്കാൻ പോയി. അപ്പോൾ ഇന്നൊക്കെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.